അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സലാത്തൻ ദായിമതൻ ബിദവാമിൽ കില്ല. ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം പഠിച്ചു വെക്കേണ്ട വിഷയമാണ് അള്ളാഹുലേക്ക് അടക്കേണ്ടത്, അള്ളാഹുവിനെ പ്രിയം വെക്കേണ്ടത് എങ്ങനെയാണ്. ഒരാൾ അള്ളാഹുലേക്ക് പ്രിയം വെച്ചാൽ ഉണ്ടാകുന്ന വിഷയം എങ്ങനെയാണ്. അള്ളാഹുലേക്ക് ഏതൊരു മുഅ്മിനായ മനുഷ്യനും അള്ളാഹുലേക്ക് അടുക്കേണ്ടത് ഉണ്ട്. കാരണം നമ്മളെല്ലാം നിയന്ത്രിക്കുന്നതും എല്ലാം അള്ളാഹുവാണ്. പേടിക്കേണ്ടതും അള്ളാഹുവിനെയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനെയോ ഏതെങ്കിലും മൃഗങ്ങളെയോ കണ്ടാൽ, നാം അതിനെ കണ്ടാൽ നമ്മുടെ ശരീരത്തിനെ പേടിച്ചുകൊണ്ട് നമ്മൾ ഓടുക ചെയ്യുക. കാരണം നമ്മൾ അതിനെ പേടിച്ചുകൊണ്ട് നമ്മൾ ഓടും. എന്തേ കാരണോ? അത് നമ്മൾ ആക്രമിക്കും. ഏതെങ്കിലും മനുഷ്യന്മാരോ തോക്കൊക്കെ പിടിച്ച് മുമ്പിൽ വെച്ച് വന്നാൽ നമ്മൾ അതിൽ നിന്ന് പിന്മാറും, ഓടിക്കളിയും. അല്ലെങ്കിൽ സിംഹമോ അല്ലെങ്കിൽ ആന എന്താവട്ടെ, അത് നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് തേടി ഓടുകയാണ്, പിന്മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ അള്ളാഹുവിനെയോ, ഏതൊരു മനുഷ്യനും അള്ളാഹുവിനെ പേടിച്ചാലോ, അള്ളാഹുവിനെ പേടിച്ച മനുഷ്യൻ അതിൽ നിന്ന് ഓടുക ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ആനെ കണ്ടാൽ, ആനെ കാണുമ്പോൾ അതിനെ കണ്ടിച്ച് പേടിച്ച് ഓടുന്നത് പോലെയാണോ അള്ളാഹുവിനെ പേടിച്ചാൽ ഉണ്ടാകുക? അല്ല. അള്ളാഹുവിനെ പേടിച്ചാൽ നാം അള്ളാഹുലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ആവശ്യം. അള്ളാഹുവിനെ നാം പേടിച്ചു കഴിഞ്ഞാൽ നാം അള്ളാഹുവിൽ നിന്ന് ഓടുകയല്ല ചെയ്യുന്നത്, പക്ഷേ അള്ളാഹുലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം എന്തും പ്രയാസങ്ങളും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നാം അള്ളാഹുലേക്ക് അടുക്കുന്നു. അതാണ് മുഅ്മിനീങ്ങൾ. നാം അള്ളാഹുലേക്ക് അടുക്കണം. അള്ളാഹു എന്തൊരു പ്രിയങ്കമാണ്, എന്തൊരു സ്നേഹമാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് കോടാനക്കോടി ജനങ്ങളുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കാത്തവരുണ്ട്, അള്ളാഹുവിനെ വിശ്വസിച്ചവർ തന്നെ അള്ളാഹുവിനെ പേടിക്കാതെ നടക്കുന്നവരുമുണ്ട്. എന്നാൽ അള്ളാഹു ഒന്നും ചെയ്യുന്നില്ല. അള്ളാഹു എന്തൊരു കാരുണ്യവനാണ്. ആർക്കൊന്നും ഒരു പ്രയാസം തരുന്നില്ല. അള്ളാഹുലേക്ക് അടക്കുമ്പോൾ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാനും നമ്മൾ വലിയ സ്ഥാനത്തേക്കും സ്വർഗത്തേക്കെത്താൻ അള്ളാഹുവിനോടുള്ള പ്രിയം നമുക്കുണ്ടാവണം. ആ ഇഷ്ടം, മഹബത്ത് ഉണ്ടാവണം. മഹാനായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മൻ അഹബ്ബ അല്ലാഹ തആല അക്സറ ദിക്റഹു വസമറതുഹു അൻ യദ്കുറഹു അല്ലാഹു ബിറഹ്മതിഹി വഗഫറാനിഹി വയദ്ഖുലുൽ ജന്നത മഅ അംബിയാഇഹി വഔലിയാഇഹി. മഹാനായ ആയിഷ റളിയല്ലാഹു അൻഹ മഹദി പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരാൾ അള്ളാഹുവിനെ പ്രിയം വെച്ചാൽ, അള്ളാഹുലേക്ക് പ്രിയം വന്നു കഴിഞ്ഞാൽ, അവിടുത്തെ ഇസ്ക് വന്നു കഴിഞ്ഞാൽ അവന് കൂടുതൽ അള്ളാഹുവിനെ സ്മരിക്കും. അപ്പോൾ അള്ളാഹു തആല എന്താക്കും? ഇങ്ങോട്ട് മൻ അഹബ്ബ അല്ലാഹ തആല അക്സറ ദിക്റഹു വസമറതുഹു, എന്നിട്ട് അതിൻ്റെ ഫലങ്ങൾ എന്താണ്? അൻ യദ്കുറല്ലാഹു ബിറഹ്മതിഹി, അള്ളാഹുവിനെ ഓർക്കലുകൊണ്ടും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടുമുള്ള പ്രതിഫലം കിട്ടും. ഗഫ്റാൻ, ദോഷങ്ങൾ പുറത്തു കിട്ടും. മാത്രമല്ല വയദ്ഖുലുൽ ജന്നത മഅ അംബിയാഇഹി, അവനെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും അമ്പിയാക്കളെ കൂടെ, ഔലിയാക്കളെ കൂടെ അവൻ അവിടെ വലിയ സ്ഥാനത്തേക്ക് എത്തിക്കും. അപ്പോൾ അള്ളാഹുലേക്ക് പ്രിയം വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിന് ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു വരിക്ക് കൊടുക്കുന്ന സമർ എന്താണ്? അവൻ്റെ ദോഷങ്ങൾ പെറുക്കാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അള്ളാഹുവിനെ പേടിക്കണം. അള്ളാഹുവിനോട് ഇഷ്ക് നമുക്ക് വരണം, നിസ്കരിക്കണം. ഇപ്പം ശഅബാൻ മാസമാണ്. ശഅബാനിൽ ധാരാളം അമലുകൾ ചെയ്യാനുണ്ട്. ശഅബാൻ 15 വരുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ബജറ്റുകൾ അവതരണമാണ്. നമ്മൾ വാർഷിക ബജറ്റ് നമ്മുടെ നിയമസഭയിലും ലോകസഭയിലൊക്കെ അവതരിപ്പിക്കുന്ന കാണുന്നില്ലേ, രാജ്യസഭയിലൊക്കെ. അത് നമ്മുടെ ഈ ഇന്ത്യൻ്റെ നിയമങ്ങളും അതിൻ്റെ രാജ്യസഭയിലുള്ള ബജറ്റാണ്. പക്ഷെ അല്ലാഹുവിൻ്റെ ബജറ്റ് സൂറത്ത് ദുഹാനിൽ പറഞ്ഞല്ലോ. അപ്പം എന്താണ്? നമ്മുടെ ബജറ്റ് അവതരിപ്പിക്കുന്ന ശഅബാൻ 15 ഓരോ മനുഷ്യൻ്റെയും ബജറ്റുകൾ അവതരിപ്പിക്കും എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തു വെച്ച എല്ലാം കണക്കുകൾ അവിടെ ഉണ്ടാകും. അതൊക്കെ റെഡി ആയിട്ടുണ്ടാകും. നന്മകളും തിന്മയും ഒക്കെ അല്ലാഹു തആല നല്ലത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് അള്ളാഹുലേക്ക് ഇഷ്ടം വെച്ചാൽ, ഒരാൾ അള്ളാഹുലേക്ക് ആ പ്രിയം വന്നു കഴിഞ്ഞാൽ
അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാകും. നമ്മുടെ ദോഷങ്ങൾ അള്ളാഹു താല പുറത്തു തരും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം, ഉമർ റളിയല്ലാഹു അൻഹുവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, ഉമർ റളിയല്ലാഹു ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാളെ കണ്ട്, അയാളെ കയ്യിൽ എന്തുണ്ട്? മദ്യമുണ്ട്, കള്ളിൻ്റെ കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ എൻ്റെ കയ്യിൽ വെച്ച്? എനിക്ക് പറയാൻ, ആ മനുഷ്യൻ എനിക്ക് പറയാൻ പേടിയായി. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഇത് കള്ളെന്ന് പറഞ്ഞാൽ വല്ലാത്ത പേടിയാണ്. പഠിച്ചവനെ, ഉമർ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ആക്കി കളിയോൻ. അങ്ങനെ അള്ളാഹുലേക്ക് ഈ മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ എന്ത് ചോദിച്ചപ്പോൾ ഞാൻ ഇത് കള്ളെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാകുന്നു, അതുകൊണ്ട് മനസ്സെല്ലാം പതിർന്നു, അതുകൊണ്ട് അള്ളാഹുവേ ഇത് വേറെന്തെങ്കിലും ആക്കിത്തരണം റഹ്മാനെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞേക്കുമ്പോൾ ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുമെന്ന് പറഞ്ഞു, ഇത് സുർക്കിയാണെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ കള്ളാണ്, ഇത് സുർക്കിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാധനത്തിന് അള്ളാഹു തആല സുർക്കിയാക്കി കൊടുത്തു. കാരണം ഇലാഹി ഇല്ലം തുഖ്ജിൽനി ഇൻദ ഉമർ വലം തഫ്ളഹിനി വസതർതനി ഇൻദഹു ഫലാ അശ്റബുൽ ഖംറ അബദാ. ഞാൻ ഒരിക്കലും പിന്നെ കള്ളു കുടിക്കൂല അല്ലാഹ്, അതുകൊണ്ട് ഈ കാണുന്ന ഈ കുപ്പി നിങ്ങൾ ഇതാക്കണം. അപ്പോൾ സുർക്കിയാക്കി മാറ്റി. അതിൻ്റെ ശേഷം ഉമർ റളിയല്ലാഹു നോക്കുമ്പോൾ സുർക്കിയായി കണ്ടു. പിന്നെ ആ മനുഷ്യൻ ആ കള്ള് തൊട്ടിട്ടേ ഇല്ല. കാരണം അള്ളാഹുലേക്ക് ഒരു മനുഷ്യൻ എടുക്കുമ്പോൾ അള്ളാഹു എനിക്ക് ചെയ്തു കൊടുത്ത പ്രതിഫലമാ. കള്ളായിരുന്നു. ഉമർ റളിയല്ലാഹുവിനെ നടന്നു പോപ്പ് കണ്ടപ്പോൾ പേടിച്ചിട്ട്, അള്ളാഹുവെ, എനിക്ക് ഇല്ലാത്ത ഉമർ റളിയല്ലാഹുവിന് മുമ്പിൽ ഇത് കള്ളെന്ന് പറയാൻ പേടിയാണ്, അതുകൊണ്ട് ഇതൊരിക്കലും ഞാൻ കള്ളു കുടിക്കൂല, ഇതെന്തെങ്കിലും ആക്കി മാറ്റിത്തരണമെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിക്കുമ്പോൾ സുർക്കിയായി മാറി. നോക്ക്, അപ്പൊ അള്ളാഹുലേക്ക് നമ്മൾ എടുക്കുമ്പോൾ അള്ളാഹു നമ്മളോട് സ്നേഹത്തിലാണ് ഉണ്ടാകുക. അതുകൊണ്ട് എൻ്റെ പ്രിയ, ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുലേക്ക് ഞങ്ങൾ എടുക്കണം. നമ്മളെല്ലാവരും അള്ളാഹുലേക്ക് എടുക്കാൻ, അവിടുത്തെ പ്രിയം വെക്കാൻ കഴിയണം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നമ്മൾ അള്ളാഹുവിന് ഇഷ്ടം വെക്കണ്ടേ? എല്ലാവർക്കും അള്ളാഹു ഇഷ്ടം വെച്ച് അവിടുത്തെ ഹബീബിനോട് ഇഷ്ക് വെച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനേക്ക് എടുക്കുമ്പോൾ വേണ്ട നിസ്കാരമാണ്. നിസ്കാരം കൃത്യമായി ഉണ്ടാവണം. നിസ്കാരത്തിന് ഒരു അപ്യവുമില്ല. അതുകൊണ്ട് നിസ്കാരത്തിൽ ഒരു വീഴ്ചയുണ്ടാകാൻ പാടില്ല. എവിടെത്തിയാലും നിസ്കരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനികൾ, ഇപ്പോൾ എല്ലാ സ്ഥലത്തും പബ്ലിക് എക്സാം നടക്കുകയാണ്, മദ്രസയിൽ നടക്കുകയാണ്. എല്ലാ കുട്ടികളെയും അല്ലാഹു തആല വിജയിപ്പിച്ച് തരുമാറാവട്ടെ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നലും ഞാനൊന്നും വരാത്തത് കൊണ്ട് എൻ്റെ ഇടയ്ക്ക് ഞാൻ വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് നാളെ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ പ്രിയ എല്ലാവരും അല്ലാഹു തആല വിജയിപ്പിച്ച് തരുമാറാവട്ടെ. ലോകത്ത് നടക്കുന്ന മുഅ്മിനീങ്ങൾക്ക് വരുന്ന എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു തീർത്ത് തരുമാറാവട്ടെ. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് നമ്മളെല്ലാവരും എടുക്കണം. ലൗ തകഫറൻ നാസു ഫീ അളമത്തില്ലാ മഅസല്ലാഹു അസ്സ വജല്ല. മഹാനാവിശ്യല്ലാഹുവിന്റെ പറയണം, അല്ലാഹുവിന്റെ മഹത്വത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും എതിര് പ്രവർത്തിക്കുകയില്ല. അല്ലാഹുവിനെ സംബന്ധിച്ച് മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ലൗ തഫക്കറൻ നാസു ഫീ അളമത്തില്ല, അല്ലാഹുവിന്റെ ആ അളമത്തിനെ, അല്ലാഹുവിന്റെ മഹത്വത്തെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അല്ലാഹുവിനെ എതിർ ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എപ്പോഴും ദിക്റും സലാത്തുമായി പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് യൂട്യൂബിൽ കാണുന്ന മുഅ്മിനീങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം, എല്ലാവരിലേക്കും എത്തിക്കണം. നല്ല നല്ല ഇൽമുകൾ ഇൻഷാ അല്ലാഹ് റമദാനിലൊക്കെ വരും. നോക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.